നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള റോഡ് കുത്തിപ്പൊളിക്കൽ നിർത്തിവെപ്പിച്ച് പാർലം പഞ്ചായത്ത്. പൊളിച്ചിട്ട റോഡുകൾ നന്നാക്കാതെ വീണ്ടും മറ്റു റോഡുകൾ പൊളിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പ്രവൃത്തികൾ നിർത്തിവെപ്പിച്ചത്. കാശ്മീരിലെ പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തെ അപലപിച്ച് കോൺഗ്രസ് പാർലം മണ്ഡലം കമ്മിറ്റി ദീപം തെളിയിച്ച് തീവ്രവാദ വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി ഭൗതിക വെല്ലുവിളി നേരിടുന്ന വേനൽക്കാല ക്യാമ്പിൽ ബാലസാഹിത്യകാരൻ CR ദാസ് സന്ദർശനം നടത്തി. ചിരി ചിരി കഥാകളി എന്ന വിഷയത്തിലാണ് അദ്ദേഹം കുട്ടികളുമായി സംവദിച്ചത്. മെയ് 1 വരെയാണ് ക്യാമ്പ് നടക്കുക. വാർത്തകൾ വിശദമായി. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള റോഡ് കുത്തിപ്പൊളിക്കൽ നിർത്തിവെപ്പിച്ച് പാർലം പഞ്ചായത്ത്. പൊളിച്ചിട്ട റോഡുകൾ നന്നാക്കാതെ വീണ്ടും മറ്റു റോഡുകൾ പൊളിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പ്രവൃത്തികൾ നിർത്തിവെപ്പിച്ചത്. കഴിഞ്ഞ 2.5 വർഷക്കാലമായി ജൽജീവൻ മിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പൈപ്പിടൽ യജ്ഞം പഞ്ചായത്തിൽ തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ നിരവധി റോഡുകളാണ് വാട്ടർ അതോറിറ്റി പൊളിച്ചിട്ടിരിക്കുന്നത്. വാട്ടർ അതോറിറ്റി AXE, AE, കോൺട്രാക്ടർ, വാർഡ് മെമ്പർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലും ജനുവരിയിലും 2 തവണ യോഗം ചേരുകയും റോഡ് റെസ്റ്റോറേഷൻ പ്രവർത്തികൾ മാർച്ച് മാസത്തിനുള്ളിൽ തീർക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. പൊളിച്ചിട്ട റോഡുകൾ പഴയപടിയാക്കിയ ശേഷം മാത്രമേ പുതിയ റോഡുകൾ പൊളിക്കൂവെന്ന ഉറപ്പ് പാലിക്കാതെ വീണ്ടും പ്രവർത്തികൾ ആരംഭിച്ചതോടെയാണ് പഞ്ചായത്ത് ഭരണസമിതി പണികൾ നിർത്തിവെപ്പിച്ചത്. പാർലം പഞ്ചായത്തിൽ 2.5 വർഷമായിട്ട് ജൽജീവൻ്റെ ഭാഗമായി പൊളിച്ചിട്ടുള്ള റോഡുകൾ 45ഓളം വരുന്ന റോഡുകൾ ഇത്രയും വർഷമായിട്ട് അവർ ചെയ്തിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു PWൻ്റെ റോഡ് പൊളിച്ച് പൈപ്പിടാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളത് പഞ്ചായത്ത് തടയാണ്. ഞങ്ങൾക്ക് 15 റോഡുകളാണ് ഇതുവരെ ജൽജീവൻ്റെ ഭാഗമായിട്ട് ടാറിങ് ചെയ്തിട്ടുള്ളത്. ഇനിയും 45ഓളം റോഡുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ PWയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പൈപ്പിടൽ ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. മെമ്പർമാരെല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ പൊളിച്ചിട്ടിരിക്കുന്ന റോഡുകൾ പൂർണ്ണമായും ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാൻ ജൽജീവനോട് ഞങ്ങൾ സമ്മതിക്കുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തടഞ്ഞിരിക്കുകയാണ് എല്ലാവരും. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് K. പ്രമോദ്, വാർഡ് മെമ്പർമാരായ ജൂബി മാത്യു, ലിജി PK, അനിത, പ്രസന്നൻ, സ്മിനു, മുകേഷ് എന്നിവർ നേതൃത്വം നൽകി. വേനൽക്കാലത്തിന് മുൻപ് എല്ലാ റോഡുകളുടെയും അറ്റകുറ്റപ്പണി റീസ്റ്റോറേഷൻ പ്രവൃത്തികൾ ചെയ്തു തരാമെന്നായിരുന്നു. പക്ഷേ നാളിതുവരെയായിട്ടും റീസ്റ്റോറേഷൻ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഒരു നിലയ്ക്കും ഈ കോൺട്രാക്ടർ കൂട്ടാക്കുന്നില്ല. പൈപ്പ് വീണ്ടും പൊളിച്ച് റോഡ് പൊളിച്ച് പൈപ്പിടുന്ന പ്രവൃത്തി അനുസ്യൂതം ഇങ്ങനെ തുടരുക. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന പാസ്സാക്കിയിട്ടുള്ള ഒരു പ്രമേയം റെസൊല്യൂഷൻ എടുത്തിട്ടുള്ളത് ഈ റെസ്റ്റോറേഷൻ പ്രവൃത്തികൾ കഴിഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷമേ ഈ റോഡ് കുഴിക്കുന്ന പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്നാണ് പഞ്ചായത്ത് കമ്മിറ്റി ഇതിൽ ഐക്യകണ്ഠേന എടുത്തിട്ടുള്ള തീരുമാനം. ഈ തീരുമാനം പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന ഇത്തരം കരാർ കമ്പനിക്കാരെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നാണ് പാർലം പഞ്ചായത്തിൻ്റെ ആവശ്യം. കാശ്മീരിലെ പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തെ അപലപിച്ച് കോൺഗ്രസ് പാർലം മണ്ഡലം കമ്മിറ്റി ദീപം തെളിയിച്ച് തീവ്രവാദ വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ, ബ്ലോക്ക് ഭാരവാഹികളായ നന്ദകുമാർ കോങ്ങാട്ടിൽ, ടോമി പെല്ലിശ്ശേരി, AD ജോണി, ബിജു പണിക്കശ്ശേരി, ജോജോ ചിറമൽ, ജ്യോതി ബസു, മണ്ഡലം നേതാക്കളായ TV കുട്ടമ്മോൻ, ജോൺസൺ, ആന്റണി, പോൾ, AR അപ്പായി, രവി കോപ്പക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി ഭൗതിക വെല്ലുവിളി നേരിടുന്ന വേനൽക്കാല ക്യാമ്പിൽ ബാലസാഹിത്യകാരൻ CR ദാസ് സന്ദർശനം നടത്തി. ചിരി ചിരി കഥാകളി എന്ന വിഷയത്തിലാണ് അദ്ദേഹം കുട്ടികളുമായി സംവദിച്ചത്. മെയ് 1 വരെയാണ് ക്യാമ്പ് നടക്കുക.
ഒന്നായി വളരണം. കൈയിങ്ങനെ ഉയർത്തിയിട്ട് പറയും ഒന്നായി വളരണം, നന്നായി വളരണം. നമ്മൾ വളരണം കൂട്ടുകാരെ, നമ്മൾ ഒന്നായി വളരണം കൂട്ടുകാരെ. നമ്മൾ വളരണം കൂട്ടുകാരെ, നമ്മൾ ഒന്നായി വളരണം കൂട്ടുകാരെ. നന്നായി വളരണം കൂട്ടുകാരെ. തക്കിട തന്നാരോ തക തക്കിട തക്കിട തന്നാരോ തക്കിട തന്നാരോ തക തക്കിട തക്കിട തന്നാരോ തക്കിട തന്നാരോ തക തക്കിട തക്കിട തന്നാരോ. ചേർപ്പ് കിഴക്കൂട്ട് തറവാട് ക്ഷേത്രത്തിൽ തോറ്റമ്പാട്ട് മഹോത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമം, പറനിറയ്ക്കൽ, അണിക്കളം, നാദസ്വരം, നിറമാല, ദീപാരാധന, എഴുന്നള്ളിപ്പ്, ഗുരുതി പൂജ, പെരുവനം ശങ്കരനാരായണന്മാരുടെ നേതൃത്വത്തിൽ മേളം എന്നിവയും ഉണ്ടായിരുന്നു. നൂറുകണക്കിന് പ്രതിഭകൾ അണിനിരക്കുന്ന ചെസ് പൂരത്തിനൊരുങ്ങി തൃശൂർ നഗരം. ശങ്കരയ്യർ റോഡ് ചെസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ മാസം 27-ന് പൂങ്കുന്നം ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലാണ് ടൂർണമെന്റ് നടക്കുക. തൃശൂരിന്റെ ചെസ് സംസ്കാരത്തിന് വലിയ സംഭാവനകൾ നൽകിയ കളപ്പുരയ്ക്കൽ വാസുവിന്റെ സ്മരണയിലാണ് മത്സരം. എവറോളിംഗ് ട്രോഫിയും 1.5 ഗ്രാം മുതൽ 1/2 ഗ്രാം വരെ 9 സ്വർണ്ണ നാണയവും 3000 രൂപ മുതൽ 1000 രൂപ വരെ 88 പേർക്ക് ക്യാഷ് അവാർഡും നൽകും. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് പത്രികാ പ്രകാശനം നടന്നു. ചെസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ശശിധരൻ ചെസ് താരം ഒ.എ. രാജുവിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ചീഫ് കോർഡിനേറ്റർ കെ.വി. ഗോകുലൻ, ക്ലബ്ബ് പ്രസിഡന്റ് കെ.എസ്. ശ്യാംകുമാർ, സെക്രട്ടറി എ.എസ്. സതീഷ്, വൈസ് പ്രസിഡന്റ് എം.വി. രവി, ട്രഷറർ സി.ജെ. ശ്രീജിത്ത്, പി.പി. പ്രസാദ്, എ.എൽ. മത്തായി, മിനി സതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 26-നുള്ളിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നവരെയാണ് മത്സരത്തിൽ പങ്കെടുപ്പിക്കുക. താൽപ്പര്യമുള്ളവർ 8139887763 എന്ന നമ്പറിൽ വിളിക്കുക. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം നല്ലൊരു ടൂർണമെൻറ്റ് പ്രൈസ് മണി ഉണ്ടാക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ജനകീയമായിട്ട് എല്ലാവരും വളരെ ചെസ്സിനെ സ്നേഹിക്കുക. പിന്നെ പൂരപറമ്പിൻ്റെ ഒരു കൂട്ടായ്മയും കൂടിയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല വളരെയധികം ചെസ്സിനെ നാടൻ രീതിയിൽ കളിക്കുന്ന കുറേ കളിക്കാർ പൂരപറമ്പിലുണ്ട്, ശങ്കര റോഡിലുണ്ട്, അതിൽ തൃശ്ശൂർ ജില്ലയിൽ വിവിധ ഭാഗത്തുനിന്നുണ്ട്. അവരൊക്കെ കൂടി ഒന്നിക്കുന്ന ഒരു ഏരിയ. പിന്നെ പെൺകുട്ടികൾ വരാണ്ട്, കുട്ടികൾ വരാണ്ട്, അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ടുള്ളൊരു സംരംഭമാണ് ഈ ചെസ് ടൂർണമെൻറ്റ് ഉദ്ദേശിക്കുന്നത്. നല്ല ഉയർന്ന പ്രൈസ് മണി മാത്രമല്ല പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നല്ലൊരു സെറ്റപ്പോട് കൂടി എല്ലാവരും ഒന്നിച്ച് നിൽക്കാനും ആര് കളി നടത്തിയാലും അവരെ പ്രോത്സാഹിപ്പിക്കാനും ചെസ് ഗുഗേഷന് ശേഷമുള്ള മറ്റൊരു ഗുഗേഷൻ ഉണ്ടാവാനുള്ളൊരു വഴിയിലേക്ക് എത്തിക്കാനും കൂടിയാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്. ഭീകരാക്രമണത്തെ അപലപിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മെഴുകുതിരി തെളിയിച്ച് ഭീകരവിരുദ്ധ പ്രതിജ്ഞാ സന്ദേശം നൽകി. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ.എൻ. സിദ്ധപ്രസാദ് ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബസ് സ്റ്റാൻഡ് പരിസരത്തു നടന്ന അനുസ്മരണ പരിപാടി DCC ജനറൽ സെക്രട്ടറി VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് തീർത്ഥകേന്ദ്രം ഊട്ടുതിരുനാൾ ആഘോഷങ്ങൾക്കൊരുങ്ങി. മെയ് 2 മുതൽ 5 വരെയാണ് ഊട്ടുതിരുനാൾ ആഘോഷം. പഴുവിൽ ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ തുടങ്ങിയവർ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. തിരുനാളിന് മുന്നോടിയായി ചൊവ്വാഴ്ച ആചരണം ഫെബ്രുവരി 25-ന് ആരംഭിച്ചിരുന്നു. നവനാൾ തിരുകർമ്മങ്ങൾ വെള്ളിയാഴ്ച ആരംഭിക്കും. തിരുനാൾ കൊടിയേറ്റം 27-ന് ഞായറാഴ്ച വൈകിട്ട് 5 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പഴുവിൽ ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ നിർവഹിക്കും. പ്രസുതേന്തി വാഴ്ച, ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം എന്നിവ മെയ് 2 വെള്ളിയാഴ്ച വൈകിട്ട് 4:30-നുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടക്കും. ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം നാട്ടിക MLA CC മുകുന്ദൻ നിർവഹിക്കും. അതേ ദിവസം പഴുവിൽ മതസൗഹൃദ കൂട്ടായ്മ സമ്മേളനവും നടക്കും. മെയ് 3 ശനിയാഴ്ച ഇടവക പള്ളിയിൽ വൈകിട്ട് 4 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷ, തുടർന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് പ്രദക്ഷിണം, കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള വള എഴുന്നള്ളിപ്പുകൾ മെയ് 2, 3, വെള്ളി, ശനി ദിവസങ്ങളിൽ വൈകിട്ട് തീർത്ഥകേന്ദ്രത്തിൽ സമാപിക്കും. തിരുനാൾ ദിനമായ മെയ് 4 ഞായറാഴ്ച രാവിലെ 6:30-ന് ഇടവക പള്ളിയിലും 8-നും 10:30-നും വൈകിട്ട് 4-നും തീർത്ഥകേന്ദ്രത്തിലും വിശുദ്ധ കുർബാനയുണ്ടായിരിക്കും. അടിമ സമർപ്പണം രാവിലെ 10-നും ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാന രാവിലെ 10:30-നും നടക്കും.
വൈകിട്ട് 4 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് ഇടവക പള്ളിയിലേക്ക് പ്രദക്ഷിണം. മെയ് 3 ശനിയാഴ്ച വൈകിട്ട് 7 മണി മുതൽ രാത്രി 10 മണി വരെയും മെയ് 4 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും നേർച്ചയൂട്ടുണ്ടായിരിക്കും. 8-ാം ഇടം മെയ് 11 ഞായറാഴ്ച ആഘോഷിക്കും. അതേ ദിവസം വൈകിട്ട് 5 മണിക്ക് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ കുർബാനയുണ്ടായിരിക്കും. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, മാനേജിംഗ് ട്രസ്റ്റി ടിൻഡോ ജോസ്, തിരുനാൾ ജനറൽ കൺവീനർ ആന്റണി വർഗീസ്, പബ്ലിസിറ്റി കൺവീനർ സ്റ്റീഫൻ ലാസർ, PRO ടെബി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ടക്ടർ ജോലിയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിവന്നിരുന്ന യുവാവിനെ എക്സൈസ് പിടികൂടി. വലപ്പാട് മുത്തങ്ങാടി എടച്ചാലിൽ വീട്ടിൽ പ്രഭുവിനെയാണ് വാടാനപ്പള്ളി എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 200 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. വിദ്യാർത്ഥികൾക്കും മറ്റും 500 രൂപയ്ക്കാണ് ചെറിയ പൊതി കഞ്ചാവ് വിൽപ്പന നടത്തി വന്നിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എക്സൈസ് ഇൻസ്പെക്ടർ റീജി സുനിൽകുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഹരിദാസ്, പ്രിവന്റീവ് ഓഫീസർ KK ഉണ്ണികൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ MR മധു, PK അബ്ദുൽ നിയാസ്, EG സുമി, V രാജേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ലഹരി വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ നാട്ടിക AKG കോളനിയിൽ ചെരുവിള സൂരജിന്റെ വീട്ടുവളപ്പിൽ നിന്നും കഴിഞ്ഞ ദിവസം 11 കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തിരുന്നു. തൃശൂർ പുതുക്കാട് ആനന്ദപുരത്ത് സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ജ്യേഷ്ഠൻ അനുജനെ കൊലപ്പെടുത്തി. ആനന്ദപുരം സ്വദേശി 29 വയസ്സുള്ള യദുകൃഷ്ണനാണ് മരിച്ചത്. സംഭവത്തിനു ശേഷം ജ്യേഷ്ഠൻ വിഷ്ണു രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി ആനന്ദപുരം കള്ളുഷാപ്പിലാണ് സംഭവം നടന്നത്. ഇവരുടെ വീട്ടിൽ വെച്ച് അന്നേ ദിവസം രണ്ടാം അച്ഛനുമായി വിഷ്ണു തർക്കം നടന്നിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ജ്യേഷ്ഠനും അനുജനും തമ്മിലും തർക്കം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം ഷാപ്പിൽ വെച്ച് വീണ്ടും തർക്കം ഉടലെടുത്തത്. ഷാപ്പിൽ നിന്നും കള്ളുകുപ്പിയും പട്ടികയും എടുത്താണ് ജ്യേഷ്ഠൻ വിഷ്ണു അനുജൻ യദുകൃഷ്ണന്റെ തലയിലും ദേഹത്തും മർദ്ദിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഗുരുതര പരിക്കേറ്റ യദുകൃഷ്ണനെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി 11 മണിയോടെ മരണപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തുന്നതിനു മുൻപേ വിഷ്ണു സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. വിഷ്ണുവിനായുള്ള അന്വേഷണം പുതുക്കാട് പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ യുവജന വിഭാഗമായ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് ജനറൽ കമ്മിറ്റിയുടെയും ഇവാഞ്ചലിസം ബോർഡിന്റെയും നേതൃത്വത്തിൽ ലഹരി വിമോചന സന്ദേശയാത്ര തൃശൂരിൽ പര്യടനം നടത്തി. ഒളരിയിൽ നിന്നും ആരംഭിച്ച യാത്ര തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഷാരോൺ ചർച്ച് തൃശൂർ വെസ്റ്റ് സെന്റർ പാസ്റ്റർ ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു. പാസ്റ്റർ AD ബിജു ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പാസ്റ്റർമാരായ സാംസൺ P തോമസ്, സാംജി കോശി, ജോൺസൺ C സാം, KK അഭിലാഷ്, മാത്യു B ജോസഫ്, ജോൺ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണ്ണം ഗ്രാമിന് 9,005 രൂപ, പവന് 72,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള റോഡ് കുത്തിപ്പൊളിക്കൽ നിർത്തിവെപ്പിച്ച് പാർലം പഞ്ചായത്ത്. പൊളിച്ചിട്ട റോഡുകൾ നന്നാക്കാതെ വീണ്ടും മറ്റു റോഡുകൾ പൊളിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പ്രവൃത്തികൾ നിർത്തിവെപ്പിച്ചത്. കാശ്മീരിലെ പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തെ അപലപിച്ച് കോൺഗ്രസ് പാർലം മണ്ഡലം കമ്മിറ്റി ദീപം തെളിയിച്ച് തീവ്രവാദ വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി ഭൗതിക വെല്ലുവിളി നേരിടുന്ന വേനൽക്കാല ക്യാമ്പിൽ ബാലസാഹിത്യകാരൻ CR ദാസ് സന്ദർശനം നടത്തി. ചിരി ചിരി കഥാകളി എന്ന വിഷയത്തിലാണ് അദ്ദേഹം കുട്ടികളുമായി സംവദിച്ചത്. മെയ് 1 വരെയാണ് ക്യാമ്പ് നടക്കുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.